എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വേറെ ടൈപ്പിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ഞാനൊരു പുളിയുള്ള മാങ്ങ ഒരു 8-10 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്ന് നമുക്ക് എടുത്ത് മാറ്റണം. തൊലി കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാനിവിടെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൽച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് കൽച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം ചേർക്കരുത് കേട്ടോ. മാങ്ങ വേവാനുള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. ഒന്ന് വേകട്ടെ. മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. അതൊക്കെ ഞാൻ ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, കുറച്ച് തൈരും കൂടിയും ചേർത്തിട്ട്, അധികം പുളിയില്ലാത്ത തൈരാണ്. തൈരും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ എന്തായി നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് ചേർക്കുന്നുണ്ട്. ഈ ശർക്കരയുടെ കൂടെ കടന്നിട്ടൊന്നുകൂടി ഒന്ന് വേവട്ടെ. മൂടി വയ്ക്കും. ഇപ്പോൾ ശർക്കര ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് നെയ്യിൽ കടന്നിട്ടൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. എനിക്കിപ്പോൾ നെയ്യ് ചേർത്തിട്ട് കുറച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അരപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പൊന്ന് വേവട്ടെ ഇനി കടന്നിട്ട്. മാമ്പഴ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ കുറുകിയ മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിലേക്ക് ഇനി ഒന്ന് വറുത്തിടണം. കൽച്ചട്ടി ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെക്കാം. നെയ്യിൽ വറുത്തിടുമ്പോഴാട്ടോ അത് കുറച്ചുകൂടി ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം.
കുറച്ച് വറ്റൽമുളക്, ഇതിലേക്ക് കടുകൊന്നും ചേർക്കുന്നില്ല, ഉലുവായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിലോട്ട് വെച്ചു. ഒന്ന് മിക്സ് ചെയ്യാം. വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കും. അപ്പോഴാണ് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് ഉലുവടിയും കറിവേപ്പിൻ്റെ ഇലയുടെയും മുളകിൻ്റെയൊക്കെ ഒന്ന് ഫ്ലേവർ ഇറങ്ങണം. രാവിലെ ഉണ്ടാക്കിയൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ്. ഇതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി മാമ്പഴ പുളിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് കാണാറില്ല.